എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ ലീഫ് വില്ലേജ് കാണിക്കുന്നു. അവിടെ ഫ്യൂഡൽ ആർട്സ് എല്ലാവരും ചേർന്ന് ഇപ്പൊ ലീഫ് വില്ലേജിൽ നടന്ന ആ ഒരു വലിയ വിപത്തിനെ കുറിച്ച് ഇപ്പൊ പരസ്പരം സംസാരിക്കും. ലീഫ് വില്ലേജിന് പഴയതുപോലെ ആവാൻ ആവശ്യമായിട്ടുള്ള പണം അത് ലഭിക്കാനാണ് ഇപ്പൊ ഇപ്രകാരമുള്ള ഒരു മീറ്റിംഗ് പോലും നടക്കുന്നത്. അപ്പൊ ഡാസോ അവൻ കൈ ഉയർത്തി എല്ലാവരോടുമായിട്ട് പറയും, ആദ്യം നമ്മുടെ ഗ്രാമത്തിന് വേണ്ടത് പുതിയൊരു ഹൊക്കാഗെയാണ്. അതിന് ചീഫ് ചോദിക്കും, സുനൈര് അവള് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ആവില്ലേ? അതിന് അഡ്വൈസേഴ്സ് പറയും, അവളിപ്പോ കോമ സ്റ്റേജിലാണ്, അവൾ എപ്പോ റിക്കവർ ആവുമെന്നോ ഓക്കെ ആവുമെന്നോ യാതൊരു പിടിയുമില്ല. അതുവരെ ലീഫ് വില്ലേജിന് ഒരു നാഥനില്ലാതെ തുടരാനായിട്ട് കഴിയില്ല. സോ എത്രയും പെട്ടെന്ന് പുതിയൊരു ഹൊക്കാഗെ കണ്ടെത്തണം. അത് കേട്ട് ചീഫ് പറയും, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് ജിറയ മാമനായിരുന്നു. പക്ഷെ ജിറയും ഓൾറെഡി മരിച്ചുപോയി. പിന്നെ ആരെയാണ് ഇനി ഹൊക്കാഗെ ആക്കാൻ കഴിയുക? അത് കേൾക്കേണ്ട താമസം ഡാൻസോ അവൻ കൈ ഉയർത്തി പറയും, ഇപ്പൊ ലീഫ് വില്ലേജിലെ ഹൊക്കാഗെ ആവാൻ അർഹതയുള്ള ഒരേ ഒരാള് അത് ഞാൻ മാത്രമാണ്. അത് കേട്ട് ടെൻഷനായിട്ട് ഇപ്പൊ ഷിക്കമരി പറയും, എനിക്ക് തോന്നുന്നത് ഈ സമയത്ത് ഏറ്റവും ആപ്റ്റായ ആള് അത് കാക്കാഷിയാണ്. ഫോർത്ത് ഹൊക്കാഗെ ആയിരുന്നു കാക്കാഷിയുടെ മാസ്റ്റർ. അതുകൊണ്ട് തന്നെ മിനട്ടോ മാസ്റ്ററിന്റെ എല്ലാ ക്വാളിറ്റിയും കാക്കാഷിക്കുണ്ട്. അത് കേൾക്കുമ്പോ ഇപ്പൊ ചീഫിനും അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നും. അദ്ദേഹത്തിന്റെ അസിസ്റ്റൻസും ഇപ്പൊ അത് ശരിവെക്കും. പക്ഷേ അവൻ വളരെ യങ്ങല്ലേ, അവനെ കൊണ്ട് ഇത്രയും വലിയൊരു ചുമതല അത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ചീഫ് ചോദിക്കും. അതിന് ഡാസോ പറയും, ഒരിക്കലുമില്ല. മാത്രമല്ല കാക്കാഷിയുടെ മാസ്റ്റർ മിനട്ടോ, അവന്റെ മാസ്റ്റർ ആ ജിറയാണ്. അതുപോലെ തന്നെ ജിറയുടെ സ്റ്റുഡന്റ് ആണ് അക്കാസ്കി ടീമിലുണ്ടായിരുന്ന ആ വില്ലന്മാര്. അതുകൊണ്ട് കാക്കാഷി ഒരിക്കലും ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗെയായി മാറാൻ പാടില്ല. ഇപ്പൊ എന്തുകൊണ്ടും അതിന് യോഗ്യനായ ഒരേ ഒരാള് അത് ഞാൻ മാത്രമാണ്. മാത്രമല്ല ഉച്ചിഹ ക്ലാനിലെ സാസുക പോലും ഇപ്പൊ അക്കാസ്കി ടീമിൽ ചേർന്ന് ഒരു റോക്ക് നിഞ്ച ആയിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തില് കാക്കാഷി കൊണ്ട് ഒരിക്കലും ഒരു നല്ല നേതാവാനോ അവരെ ചെറുത്ത് നിർത്താനോ സാധിക്കില്ല. പക്ഷെ ഞാൻ ഹൊക്കാഗെ ആയ ഉറപ്പായിട്ടും ഇതിനെല്ലാം ഒരു വിരാമം കുറിക്കാൻ എന്നെ കൊണ്ട് കഴിയും. അത് കേൾക്കുമ്പോ ഇപ്പൊ ചീഫിനും ആളുടെ അസിസ്റ്റൻസിനും മറിച്ചൊന്നും പറയാനുണ്ടാവില്ല. അപ്പൊ ചീഫ് അനൗൺസ് ചെയ്യും, ഇനി മുതൽ ലീഫ് വില്ലേജിലെ ഫിഫ്ത്ത് ഹൊക്കാഗെ അത് മറ്റാരുമല്ല, സാക്ഷാൽ ഡാസോ ആണ്. അത് കേട്ട് ഷിക്കാഗോ ഇപ്പൊ ഒരു സെക്കൻഡ് ഷോക്കാവും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ കുട്ടപ്പൻ, സാക്കുറ, കാക്കാഷി അവരെല്ലാവരും ചേർന്ന് ഇപ്പൊ ഹൊക്കാഗെ ആന്റിക്ക് ചുറ്റും അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് സാക്കുറ പറയാ, ഹൊക്കാഗെ ആന്റി ആളുടെ ഓൾമോസ്റ്റ് പവർ നമ്മുടെ നാടിനെ രക്ഷിക്കാനായി കക്ഷുകിക്ക് കൊടുത്തു. അങ്ങനെ തന്റെ ഫുൾ പവർ നഷ്ടപ്പെട്ട് ഹൊക്കാഗെ ആന്റി ഇപ്പൊ കോമയിലായി തീർന്നു. ഇതിൽ നിന്ന് എപ്പോ റിക്കവറായി ഹൊക്കാഗെ തിരികെ വരുമെന്ന് ആർക്കും പറയാൻ കഴിയില്ല എന്ന് പറഞ്ഞ് സാക്കുറ വീണ്ടും ഇപ്പൊ പതിയെ പുറത്തേക്ക് നടന്ന് കുറച്ച് മരുന്ന് കളക്ട് ചെയ്യാൻ കാട്ടിലേക്ക് പോകും. അത് കണ്ട് കുട്ടപ്പനും അവൾക്കൊരു കമ്പനി കൊടുത്ത് ഇപ്പൊ സാക്കുറയുടെ കൂടെ തന്നെ പോവും. ഇവര് രണ്ടുപേരും നടന്നു പോകുന്നത് കാണുമ്പോ കാക്കാഷി മാസ്റ്റർക്ക് ഇപ്പൊ ഒരുപാട് സന്തോഷാവും. മാസ്റ്റർ പതിയെ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് തേർഡ് ഹൊക്കാഗെ പറയും, ഇനി മുതല് സാക്കുറ, കുട്ടപ്പൻ, സാസുക അവര് മൂന്ന് പേരും സ്റ്റുഡൻസ് അല്ല, അവര് മൂന്ന് പേരും കാക്കാഷി മാസ്റ്ററിന്റെ കൂടെ ചേർന്ന് ഇപ്പൊ പുതിയൊരു ടീം തന്നെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. ആ ഒരു ടീമിന്റെ പേരാണ് ടീം 7. പിന്നീട് ഹൊക്കാഗെ ഓരോരോ ടീമുകളുടെ പേരുകള് അത് അനൗൺസ് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ഷിക്കാഗോ ആളുടെ ഫ്ലാഷ് ബാക്കില് ആളിപ്പോ ആസുമയായിട്ട് ചെസ് കളിച്ചോണ്ടിരിക്കുകയാണ്. ആസുമ പറയും, ഈ ഒരു കളിയില് നിന്നെ കൊണ്ട് ഒരിക്കലും ജയിക്കാൻ കഴിയില്ല, എന്റെ മൂവ്മെന്റ്സ് കണ്ട് നീ ഷോക്ക് ആവുമെന്ന് പറയുമ്പോ അതിന് ഷിക്കാഗോ പറയും, ആക്ച്വലി നീ ഒരു സാക്രിഫൈസ് പീസാണ്. നിങ്ങളെപ്പോലുള്ളവര് ഗ്രാമത്തിന് പുറത്തുപോയി ഗ്രാമത്തിന് വേണ്ടി ജീവിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ സുഖമായിട്ട് കഴിയുന്നത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ ഹൊക്കാഗെ കാക്കാഷിയുമായിട്ട് നറൂട്ടോയുടെ വീട്ടിലേക്ക് വരും. കാക്കാഷി അവിടെ ഉണ്ടായിരുന്ന ഒരു മിൽക്ക് ബോട്ടിൽ അത് ചെക്ക് ചെയ്യും. അത് ഓൾറെഡി എക്സ്പയർ കഴിഞ്ഞതാണെന്ന് കാണുമ്പോ കാക്കാഷിക്ക് ഒരുപാട് വിഷമാവും. കുട്ടപ്പൻ അവൻ ഇങ്ങനെയുള്ള ഫുഡൊക്കെയാണോ കഴിക്കുന്നേ? അതിന് ഹൊക്കാഗെ പറയും, കുട്ടപ്പന് അവൻ ഒരുപാട് കഴിവുണ്ട്, അതുപോലെ തന്നെ വലിയൊരു പവറും അവന്റെ ഉള്ളിലുണ്ട്. അവനെ കൺട്രോൾ ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയൂ. കാരണം നിനക്കും അവനെ പോലെ ഒരുപാട് പവറും ശരീരം കണ്ണുണ്ട്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കാക്കാഷി കുട്ടപ്പന്റെ ക്ലാസ് റൂമിലെത്തി കുട്ടപ്പൻ എന്താ ചെയ്യണേന്ന് ഇപ്പൊ ഒളിഞ്ഞു നോക്കും. അപ്പൊ ക്ലാസ്സില് ഇപ്പൊ കുട്ടപ്പൻ അവൻ സാക്കുറയുടെ വായി നോക്കും. സാക്കുറയാണെങ്കില് സാസുകയെ നോക്കി വെള്ളം ഒലിപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ കുട്ടപ്പനാണെങ്കില് അത് കണ്ട് അസൂയ തോന്നി സാസുകയുടെ മുൻപിലേക്ക് വന്ന് അവൻ ഇത്ര സ്പെഷ്യൽ ആയിട്ട് എന്താണുള്ളത് നോക്കും. അവൻ അങ്ങനെ നോക്കി നിൽക്കുന്ന അതേ സമയത്ത്
ആരോ അവനെ പിടിച്ച് തള്ളും. ആ ഒരു തള്ളിന്റെ പവറില് കുട്ടപ്പൻ അങ്ങനെ ചെന്ന് സാസുകയ്ക്ക് ഒരു അടിപൊളി കിസ് കൊടുക്കും. കട്ട് ചെയ്താ ഇപ്പൊ മാൻഷനിലേക്ക് തേർഡ് ഹൊക്കാഗെ കാണാൻ അഡ്വൈസേഴ്സ് വരും. അഡ്വൈസേഴ്സ് പറയും, നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? കുട്ടപ്പനെയും സാസുകയെയും അവർ രണ്ടുപേരെയും നിങ്ങൾ എന്തിനാ ഒരു ടീമിലിട്ടത്? അതിലും വിചിത്രമായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് അവരുടെ ടീമിന്റെ ക്യാപ്റ്റൻ അത് കാക്കാഷിയാണ്. ഇത് ശരിക്കും ഒരു പൊട്ട ഡിസിഷൻ ആണെന്ന് പറയുമ്പോ അതിന് ഹൊക്കാഗെ പറയും, ഒരിക്കലുമല്ല, അവർ രണ്ടുപേരെയും കൺട്രോൾ ചെയ്യാൻ കഴിവുള്ള ആളാണ് കാക്കാഷി. അതുകൊണ്ട് തന്നെയാണ് ആ ടീമിന്റെ ലീഡറായിട്ട് ഞാൻ അവനെ തന്നെ തെരഞ്ഞെടുത്തത്. അത് കേട്ട് അഡ്വൈസേഴ്സ് പറയും, ആ കുട്ടപ്പൻ അവനൊരു മോൺസ്റ്റർ ആണ്. അവന്റെ ഉള്ളിൽ ആ നയൻ ടൈല് അതെപ്പോ വേണമെങ്കിലും പുറത്തു വരാം. അങ്ങനെ സംഭവിച്ച അത് വലിയ അപകടമാണ്. അതുകൊണ്ട് ഒരിക്കലും ഒരു മിഷനും അവനെ അയക്കാൻ പാടില്ല. ഒരുപാട് വില്ലന്മാര് കുട്ടപ്പന്റെ ബോഡിയിലുള്ള ആ ഒരു നയൻ ടൈലിനെ അതിനെ സ്വന്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അത് തെറ്റായ കൈകളിൽ ചെന്ന് പെട്ട ഉറപ്പായിട്ടും ഈ ലോകം തന്നെ അത് നശിപ്പിച്ചു കളയും. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് ഇപ്പൊ അഡ്വൈസേഴ്സ് തേർഡ് ഹൊക്കാഗെയോട് വളരെ കാര്യമായിട്ട് സംസാരിക്കും. അപ്പൊ അതേ സമയത്ത് ഡോറിന് പുറത്ത് ആ ഡാസോ അവനിവര് പറയുന്നതെല്ലാം ഇപ്പൊ ഒളിച്ചിരുന്ന് കേൾക്കുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ നെക്സ്റ്റ് ഡേ ക്ലാസ്സില് ഇറൂക്ക സെൻസായി ഓരോരുത്തരുടെയും ടീം അതിലെ മെമ്പേഴ്സിന്റെ പേര് അത് വായിക്കുകയാണ്. അപ്പൊ നറൂട്ടോയുടെ ടീം അതാരൊക്കെയാണെന്ന് നോക്കിയാ സാസുക, സാക്കുറ, നറൂട്ടോ. അത് കേട്ട് കുട്ടപ്പൻ, എന്നെ എന്തിനാ ഇവന്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്തേ? ഇവനെ പോലൊരു ജാടത്തെണ്ടിയെ എന്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. എന്റെ പവറിനും കഴിവിനും സൗന്ദര്യത്തിനും മുൻപില് ഇവനൊന്നുമല്ല. അതിന് ഇറൂക്ക പറയും, ഈ ക്ലാസ്സിൽ വെച്ച് ഏറ്റവും ലോവസ്റ്റ് സ്റ്റുഡന്റ് അത് നീയാണ്. സാസുകയാണ് ക്ലാസ്സിലെ നമ്പർ 1. അതുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരെയും ഒരേ ടീമിലിട്ട് ഞാൻ ടാലിയാക്കിയത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത കാക്കാഷി ആദ്യമായിട്ടാണ് നമ്മുടെ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കാക്കാഷി മാസ്റ്റർ ഇപ്പൊ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ഒബീട്ടോ പറയും, ആരൊരാൾ തന്റെ കോമണന്റിനെ അവരെ ഉപേക്ഷിക്കുന്നുവോ അവന്റെ വില അത് വേസ്റ്റ് ബിന്നിനും താഴെയാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ കാക്കാഷി അവൻ സ്കൂളിലേക്ക് എത്തി. കുട്ടപ്പന്റെ മൂവ്മെന്റ്സ് അത് ശ്രദ്ധിക്കുക. കുട്ടപ്പൻ എവിടേക്കോ പോയി. കുട്ടപ്പൻ നൈസായിട്ട് ഇപ്പൊ സാസുകയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അല്പസമയം കഴിഞ്ഞ് ഇപ്പൊ സാസുക പുറത്തേക്ക് വരും. അത് കണ്ട് കാക്കാഷി കുട്ടപ്പൻ എന്ത് സംഭവിച്ചു എന്നറിയാൻ അകത്തേക്ക് വരും. റൂമിന്റെ അകത്തെ കാഴ്ച കണ്ട് ഇപ്പൊ കാക്കാഷി ഷോക്കാവും. കാരണം സാസുക അവൻ അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ്. കുട്ടപ്പൻ ഇപ്പോ സാസുകയുടെ വേഷത്തില് സാക്കുറയുടെ അടുത്തേക്ക് വരും. എന്നിട്ട് അവളോട് ചോദിക്കും, നിനക്ക് കുട്ടപ്പൻ ഇഷ്ടാണോ? അവനോടല്ല നിന്റെ ഫീലിങ്സ് അതെന്താണ്? അത് കേട്ടുടനെ അവള് പറയും, എനിക്ക് കുട്ടപ്പനെ കാണുന്നത് പോലും ഇഷ്ടമല്ല, എപ്പോഴും ശല്യമാണ്, വൃത്തികെട്ടവെന്നും പറഞ്ഞ് ഇപ്പൊ അവള് സാസുകയെ കിസ് ചെയ്യാൻ വരും. അപ്പൊ കറക്റ്റ് സമയത്ത് കുട്ടപ്പന് വയറുവേദനിക്കും. ഞാനിപ്പം വരാന്ന് പറഞ്ഞ് കുട്ടപ്പൻ അവൻ വയറും പൊത്തി ഇപ്പൊ ബാത്റൂമിലേക്ക് ഓടും. കാക്കാഷിക്ക് പിടികിട്ടും രാവിലെ കുടിച്ച ആ ഒരു എക്സ്പയറി ആയിട്ടുള്ള മിൽക്ക് അതാണ് കുട്ടപ്പന് പണി കൊടുത്തത്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ റിയൽ സാസുക അവനിപ്പോ സാക്കുറയുടെ അടുത്തേക്ക് വന്ന്, കുട്ടപ്പൻ അവനെവിടെ എവിടെയെങ്കിലും നീ കണ്ടോ ചോദിക്കും. അതിനവൾ ടെൻഷനായിട്ട്, എനിക്കറിയില്ല, അവൻ എവിടെയാണെന്ന് അറിയണമെങ്കിൽ നീ പോയി വേറെ വല്ലവരോടും ചോദിക്കേ. അവൻ ഓൾറെഡി ഒരു വഷള് ചെക്കനാണ്. അച്ഛനും അമ്മയും ഇല്ലാതെ വളർന്നുകൊണ്ടായിരിക്കും അവനിങ്ങനെ തലതെറിച്ച് പോയെന്ന് പറയുമ്പോ അത് കേട്ട് നമ്മുടെ സാസുകയ്ക്ക് അവൻ ഒരുപാട് ദേഷ്യം വരും. അതിന് സാസുക അവൻ ദേഷ്യപ്പെട്ട് പറയും, കുട്ടപ്പനെ പോലെ തന്നെ എനിക്കും പാരന്റ്സ് ഇല്ല. പാരന്റ്സ് ഇല്ലാത്തവരുടെ വേദന അത് ഞങ്ങൾക്ക് മാത്രമേ അറിയൂ. ഇനി എന്നോട് നീ സംസാരിക്കാൻ വരരുത്, എനിക്ക് നിന്നോട് വെറുപ്പാണെന്ന് പറഞ്ഞ് സാസുക അവിടുന്ന് നടന്നു പോവും. അത് കേട്ട് സാക്കുറ അവൾക്ക് ഒരുപാട് വിഷമമായി അങ്ങനെ ഇരിക്കും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആള് കാര്യമൊക്കെ സാധിച്ച് ഇപ്പൊ തിരികെ ഓടി വരും. അപ്പൊ വരുന്ന വഴിയില് ഇപ്പൊ സാസുകയെ കണ്ട് കുട്ടപ്പൻ ഷോക്കാവും. നീ എങ്ങനെ രക്ഷപ്പെട്ടു വന്നു ചോദിക്കുമ്പോ അതിന് സാസുക പറയും, അതൊക്കെ ഒരു ചിന്ന ട്രിക്കാണ്, നീ എന്നെ പോലെ സ്മാർട്ട് ആവുമ്പോ നിനക്ക് മനസ്സിലാവുമെന്ന് പറഞ്ഞ് അവൻ നടന്നു പോവും. കുട്ടപ്പൻ വീണ്ടും ഇപ്പൊ മുൻപോട്ട് നടന്ന് സാക്കുറയുടെ അടുത്തേക്ക് വരും. പക്ഷെ അവളാണെങ്കില് സാസുക പറഞ്ഞ കാര്യങ്ങൾ ഓർത്ത് ഇപ്പൊ ഒരുപാട് വിഷമത്തില് ഏങ്ങലടിച്ച് ഇപ്പൊ കരയാണ്. അപ്പൊ അത് കാണുമ്പോ കുട്ടപ്പൻ ചിന്തിക്കും, സാസുക അവനെന്തോ ബാഡായിട്ട് സാക്കുറയോട് ബിഹേവ് ചെയ്തെന്ന്. കുട്ടപ്പൻ ഉഷാറായിട്ട് ഓടി ഇപ്പൊ സാസുകയുടെ അടുത്തേക്ക് വരും. നിനക്കെത്ര ധൈര്യം ഉണ്ടെങ്കില് എന്റെ പെണ്ണിനെ നീ കരയിപ്പിക്കും സെയ്ത്താനെ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് കുട്ടപ്പൻ ഇപ്പോ അവന്റെ ക്ലൗൺസിനെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് സാസുകയായിട്ട് പൊരിഞ്ഞാട്ടി. ഫൈറ്റിന്റെ ഒടുവില് സാസുക ഇപ്പൊ കുട്ടപ്പനെ തന്നെ മടക്കി ലോക്ക് ചെയ്യും. കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് സാസുകയെ വെട്ടിത്തിരിപ്പിച്ച് അവന്റെ സെക്സി ജിപ്സു അതുപയോഗിച്ച് ഇപ്പൊ സാസുകയെ മയക്കാൻ നോക്കും. പക്ഷെ സാസുകയ്ക്ക് ഒരു കൂസലും ഇല്ലാതെ ഒരു ഷുരിങ്കിനെടുത്ത്
അവന്റെ ചന്തിക്ക് തന്നെ വലിച്ചങ്ങോട്ട് എറിയും. അവൻ വേദന കൊണ്ട് നോ എന്ന് പറഞ്ഞ് അലറിക്കാറുമ്പോ സാക്കുറ അവിടേക്ക് വന്ന് അവരുടെ രണ്ടുപേരുടെയും ഫൈറ്റ് അത് സോൾവ് ചെയ്ത് അവരെ കൂട്ടിക്കൊണ്ടു പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഇപ്പൊ പ്രസന്റില് സാസുകെ ആവട്ടെ കാക്കാഷി മാസ്റ്റർ അതൊക്കെ ഓർത്ത് നമ്മുടെ ആൾക്കാരെ നോക്കി നിൽക്കും. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ്